ത്യാഗത്തിന്റെ രാപ്പകലുകൾക്ക് ശേഷം ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ ഒത്തുകൂടി. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ പെരുന്നാൾ സന്ദേശത്തിൽ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. അല്ലാഹു അക്ബർ അമൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല അല്ലാഹു അക്ബർ. സഹനത്തിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞെത്തുന്ന ആഘോഷത്തിന്റെ പകൽ. ആത്മസമർപ്പണത്തിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ട് 29 വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ സ്നേഹപ്പെരുന്നാളിലേക്ക് കടന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മനുഷ്യ സ്നേഹം അത് ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ആ സ്നേഹവും സന്തോഷവും ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും യത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കോഴിക്കോട് ഗ്രാൻഡ് മസ്ജിദിലെ ഈദ് നമസ്കാരത്തിലും കടപ്പുറത്തെ ഈദ്ഗാഹിലുമായി ആയിരങ്ങളാണ് അണിനിരന്നത്. LDF, UDF, NDA സ്ഥാനാർത്ഥികളും സിനിമാ താരങ്ങളും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ആശംസകൾ അർപ്പിക്കാനും എത്തി. സാധാരണ പെരുന്നാൾ ആഘോഷം തൊടുപുഴ വീട്ടിലായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് കാരണങ്ങളുണ്ട്. അത് സുഹൃത്തുക്കളും ഫാമിലിയുമായിട്ട് എറണാകുളത്ത് ആഘോഷിക്കാമെന്ന് തീരുമാനിക്കാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആധുനിക ഭൗതിക സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളുമെല്ലാം തന്നെ മനുഷ്യനെ മൃഗീയവും പൈശാചികവുമായ വികാരങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ ആത്മീയതയാണ് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമെന്ന പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. ലോകമെങ്ങും അസമാധാനവും അശാന്തിയും യുദ്ധത്തിന്റെ കുടിലതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഈ വർഷത്തെ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സമാധാനം പുലരുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഈ ദിവസത്തെ നമ്മൾ പ്രത്യേകമായി അതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ സംയുക്ത ഈദ്ഗാഹിൽ ശിഹാബ് പൂക്കോട്ടൂർ ചെറിയ പെരുന്നാൾ സന്ദേശം നൽകി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ലോകസമാധാനത്തിനായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വ്രതം പൂർത്തിയാക്കിയ സംതൃപ്തിയിൽ വ്രതം നൽകിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കൽ കൂടിയാണ് ഈ ദിനം. അഭിലാഷിനൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.